ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതല്ല, അത്യാവശ്യം എൻ്റെ ഒരു റിയൽ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പൊ നിങ്ങളൊരു ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ പോകുന്ന ഒരു ആളാണെങ്കിൽ ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എനിക്ക് എന്തൊക്കെ പണി കിട്ടി, അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയത്, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ചെറുപ്പം മുതൽ അത്യാവശ്യം നല്ല രീതിക്ക് തിക്കായിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അത് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുറത്തുനിന്നുള്ളതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. എൻ്റെ അമ്മ അല്ലാണ്ട് ഫസ്റ്റ് ആയിട്ട് സലൂണിൽ പോയിട്ട് കട്ട് ചെയ്യുന്നത് ഒരു 10th കഴിഞ്ഞിട്ടാണ്. പിന്നെ അതിനുശേഷം ഒരു 2023 ഞാൻ ഫസ്റ്റ് ആയിട്ട് ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അതായത് ഹെയർ ഭയങ്കര ഫ്രിസ്, ഡ്രൈ അങ്ങനെയൊക്കെ ആയപ്പം എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഫസ്റ്റ് ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഞാൻ 2023 ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഹെയർ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ നേരെ തൃശ്ശൂർ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സലൂണിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഞാൻ പോകുന്നത് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരുടെയും ഇതിൽ മുടിയുടെ ഒരു സ്ട്രക്ചർ കണ്ടപ്പം കുറച്ചും കൂടി രസം അതാന്ന് തോന്നിയിട്ട് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പം അവിടുത്തെ സലൂണിലെ സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാമിന്റെ മുടി ഭയങ്കര ഡ്രൈ ആണ്, അപ്പം ഇത് ബ്ലോ ഡ്രൈ ചെയ്താൽ പോലും അത്ര ഏൽക്കില്ല ഹെയറിന്, സ്മൂത്തനിങ് ആണ് നല്ലത് എന്ന് പറഞ്ഞു. എന്റെ മൈൻഡിലെ സ്മൂത്തനിങ് എന്ന് പറയുന്നത് ഷാമ്പൂവിന്റെ പരസ്യത്തിലെ സിൽക്കി സ്മൂത്ത് ഹെയർ ആയിട്ടുള്ള ആ ഒരു ഇതാണ് എന്റെ മൈൻഡിലെ സ്മൂത്തനിങ് എന്താണോ, അതിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നോ, അത് കഴിഞ്ഞ മുടി എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇത് പെർമനന്റ് ആണോ, ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ ഹെയറിൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ പണി എന്ന് പറയുന്നത് സ്മൂത്തനിങ് ആണ്. ഞാൻ ഇനി ഒരിക്കലും ലൈഫിൽ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ഹെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും സ്മൂത്തനിങ് ആണ്. നിങ്ങൾ സ്മൂത്തനിങ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്റെ സ്മൂത്തനിങ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പം ചെയ്ത സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഹെയർ ഷോർട്ട് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് ക്രോപ്പ് ആക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞൊരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ 3 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം പറയുകയാണെങ്കിൽ. എനിക്ക് കണ്ണാടി നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും വൃത്തികേടായിരുന്നു, അത്രയും വിയേർഡായിരുന്നു എന്റെ ഫേസ് കാണാനായിട്ട്. ആ ഫോട്ടോ തപ്പിയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ കാണിക്കാം. കാരണം അത്രയും വിയേർഡായിരുന്നു ആ ഒരു ഇത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹാപ്പി ഹസ്ബൻഡ്സിന് സലീം കുമാറിന് പിന്നെയും ആ ഹെയർ സ്റ്റൈല് ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കണ്ട് ചിരിച്ച് ശരിക്കും പശു വെക്കുന്നതൊക്കെ പറയുന്നതിനേക്കാളും കേവലമായിരുന്നു എന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇവരാരും എന്റെ അടുത്ത് പറഞ്ഞില്ല ഈ ഒരു സാധനം പെർമനന്റ് ആണ്, അത് പോവില്ല, ഹെയറിൽ നിന്ന് പോവില്ല എന്നുള്ളത്. അതായത് ഇത് ഭയങ്കര കോലായിട്ടായിരിക്കും കിടക്കുക, ഈ ഈർക്കിലൊക്കെ നിൽക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു എനിക്ക് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഞാൻ സലൂണിന്റെ പ്രശ്നമാണോ എന്നും എനിക്കറിയില്ല, അവർ യൂസ് ചെയ്ത പ്രൊഡക്ട്സിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് പിന്നെ റൂട്ടിൽ നിന്ന് നമ്മൾ വളരുമ്പം നമ്മുടെ റൂട്ടിൽ നിന്ന് ഒറിജിനൽ മുടി വരികയും ചെയ്യും, താഴത്ത് ഈ കോല് പോലെ നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇതിങ്ങനെ വെട്ടി കളഞ്ഞ ആ ഡീനി സ്മൂത്തനിങ് ചെയ്ത പാർട്ട് വെട്ടി കളഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ നമുക്കൊരു നോർമൽ മുടി വരുള്ളൂ. എനിക്ക് അറൌണ്ട് ഒരു 3 years എടുത്തു ആ സ്മൂത്തനിങ് ചെയ്ത എഫക്റ്റ് എന്റെ തലേന്ന് പോവാൻ വേണ്ടിയിട്ട്. വളരും വെട്ടും അങ്ങനെ അറൌണ്ട് ഒരു 3 years കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ മുടി ആ സ്മൂത്തനിങ്ങിന്ന് ഒരു എഫക്റ്റ് പോലെ ഇതായിട്ട് പോയത്. സെക്കൻഡ്, ഞാൻ അങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട്, അതായത് ഞാൻ ഇനി കുറച്ച് റെഫറൻസ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട് സെക്കൻഡ് ഞാൻ ചെയ്തത് ബോട്ടോക്സ് ആണ് ഞാൻ ചെയ്തത്. അപ്പൊ ആ ടൈമിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുടിയിൽ ഈ സ്മൂത്തനിങ്ങിന്റെ എഫക്റ്റ് പോയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബോട്ടോക്സ് ചെയ്ത സമയത്ത് കുറച്ചൊരു സ്ട്രെയിറ്റ് ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സ്മൂത്തനിങ്ങിനേക്കാളും 100% ബെറ്റർ ആയിരുന്നു. കാരണം കുറച്ചും കൂടി അതായത് ആ കോല് പോലത്തെ ഉള്ള വഴുവഴുപ്പ് ടെക്സ്ചർ മാറിയിട്ട് കുറച്ചും കൂടി നമ്മുടെ ഒരു നാച്ചുറൽ ഫീൽ എനിക്ക് കിട്ടി തുടങ്ങി. ഓക്കെ, അങ്ങനെ 2025 എന്റെ മാരേജ് കഴിഞ്ഞത്. അപ്പൊ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ തൃശ്ശൂർ അയ്യന്തോളാണ് ഹസ്ബൻഡിന്റെ വീട്, അവിടേക്ക് വന്നു. അപ്പം ഇവിടെ ഒരു സലൂണിന്റെ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് പിന്നെ ഞാൻ രണ്ടാമത്തെ വട്ടം ബോട്ടോക്സ്. ബോട്ടോക്സിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർമനന്റ് അല്ല, നമ്മളുടെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. 6 മാസം കൂടുമ്പം നമ്മളത് നോക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ തലേന്ന് അത് പോയി ബാക്ക് ടു നമ്മുടെ പഴയ ഹെയറിലേക്ക് വരും. അപ്പൊ ഇതൊരു പെർമനന്റ് ആയിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ റൂട്ട് വളരുന്നതിനനുസരിച്ചിട്ട് നോർമൽ വരികയും ചെയ്യും. ഇത്ര വാഷസ് ആണ് ബോട്ടോക്സിൽ അവർ പറയുന്നത്. ഒരു 60 വാഷ് വരെ നിൽക്കും. ആ ഒരു 60 വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 30 വാഷ് പലതിനും പല ഇതിനായിരിക്കും നിൽക്കുന്നുണ്ടാവും. എനിക്ക് നോർമലി ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുള്ളതൊക്കെ ഒരു 6 മാസമാണ് നിന്നിട്ടുള്ളത്. ഞാനിപ്പം ബോട്ടോക്സ് ഒരു 3 വട്ടം ആഫ്റ്റർ മാരേജ് ഞാൻ ചെയ്തത് ഈ അയ്യന്തോള് തന്നെയാണ്. അയ്യന്തോള് ട്രെൻഡ് സ്റ്റുഡിയോ സലൂൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ
പയ്യന്തോള് കായ്സ് കിച്ചൺ ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു സലൂൺ ഉണ്ട്. അവിടെയാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നതും ഹെയർ സ്പാ ചെയ്യുന്നതും അല്ലെങ്കിൽ ഹെയർ കളർ എന്താണെങ്കിലും ഞാൻ ചെയ്യുന്നത്. ഈ 3 വട്ടം ബോട്ടോക്സിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് മുടി അത്യാവശ്യം നല്ല രീതിക്ക് മാനേജ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര യൂസ് ആണ്. ഇതെന്റെ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഹെയർ ആണ്, എന്റെ ഇപ്പൊ കാണിക്കുന്നത് ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഹെയർ ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് എന്റെ ഫേസിന് ആപ്റ്റായി, എന്റെ മുടിക്ക് ഡാമേജ് ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് ബോട്ടോക്സ് ആണ്. പക്ഷെ ഇതിപ്പോ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫേസിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സിനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ആണെങ്കിലും നിങ്ങളുടെ ഫേസിന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ചിലർക്ക് കേളി ഹെയർ ആയിരിക്കും ഭംഗിയുണ്ടാവുക, നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ഹെയർ ആയിരിക്കും ഭംഗിയുണ്ടാവുമായിരിക്കും. ചിലർക്ക് ഇപ്പൊ അവരുടെ ഏത് ഹെയർ ആണോ അതായിരിക്കും ഭംഗിയുണ്ടാവും. ഇത് ചെയ്ത് ചിലപ്പോൾ മുടിയുടെ ഫേസ് മുടി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫേസിന്റെ കംപ്ലീറ്റ് ലുക്ക് മാറും. അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ ഇപ്പൊ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കാൻ പ്ലാൻ ചെയ്യാണ്, സ്മൂത്തനിങ് എടുക്കണോ ബോട്ടോക്സ് എടുക്കണോ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ 100% ഞാൻ സജസ്റ്റ് ചെയ്യുക ബോട്ടോക്സ് ആണ്. പക്ഷെ അത് നല്ല സലൂണിൽ പോയി ചെയ്യണം. കാരണം പല സലൂണിലും കംപ്ലൈന്റ്സ് ഞാൻ കേട്ടിട്ടുള്ളത് സ്മൂത്തനിങ് എഫക്ട് തന്നെയാണ് അവർക്ക് കിട്ടിയിരുന്നത്. മേ ബി സെയിം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയില്ല എന്താ അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം നല്ല സലൂണിലൊക്കെ പോവാണ്, റിവ്യൂ നോക്കി പോവുക, നല്ല രീതിക്ക് റെഫറൻസ് എടുത്ത് നിങ്ങൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ മുടിക്ക് പറ്റുന്നതാണോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഹെയറിന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് അവിടെ പോയി നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആ സ്റ്റൈലിസ്റ്റിനോട് സംസാരിച്ചിട്ട് വേണം നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട്. ഒരിക്കലും സലൂൺകാർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ സലൂൺകാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മേ ബി ചിലപ്പം അവരുടെ റേറ്റിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും, റേറ്റ് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പപ്പണി ഉള്ളതായിരിക്കും, എന്തെങ്കിലും നോക്കിയിട്ടായിരിക്കും അവർക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യണം എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും അവർ സെല് ചെയ്യുക. നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ ആ ഒരു ഐഡിയ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പോവാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം എനിക്ക് പറ്റിയ ഒരു ഏറ്റവും വലിയ പ്രശ്നം, എന്റെ മുടിയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു പണിയായിരുന്നു ഇത്. അപ്പൊ എനിക്ക് തോന്നിയത് മറ്റുള്ളവർക്ക് ഇപ്പൊ വേറൊരാൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിൽക്കുകയാണ്, അവര് അബദ്ധം കാട്ടി എടുത്ത് ഇതാവണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.